കഥകൾ വായിക്കുന്നത് സൂര്യമായ ഞാൻ. അത് കേൾക്കുന്ന എൻ്റെ സൗന്ദര്യത്തിൽ മരം മറന്നിരിക്കുന്ന ദിനങ്ങളും. പ്രധാന വാർത്തകൾ. ആട്ടവും പാട്ടവും ആഘോഷങ്ങളുമായി BBSന്റെ 5ാം ദിവസം കടന്നുപോയി. ഫ്രൂട്ട്സ് ഡേ ആഘോഷിച്ച് BBS കൂട്ടുകാർ. ഹോളിക്രോസ് CSI നിലമ്പൂർ സഭയിലെ സീനിയർ ബോയ്സിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ജോഷ്മിയും സംഘവും പിടിയിൽ. BBS ഡയറക്ടർക്കെതിരെ പ്രതിഷേധവുമായി ജൂനിയർ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ. BBSന്റെ സമയക്രമത്തിൽ വീഴ്ച. കേരളത്തിലെ മുൻ ചീഫ് മിനിസ്റ്റർ ശ്രീ ഉമ്മൻചാണ്ടി സാർ അവർകളെ വെല്ലുവിളിച്ചുകൊണ്ട് അഭിഷേക് സാർ. വാർത്തകൾ വിശദമായി. ആട്ടവും പാട്ടും ആഘോഷങ്ങളുമായി BBSന്റെ 5ാം ദിവസവും കടന്നുപോയി. BBSന്റെ 5ാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 5:00 മുദ്രാവാക്യ വിളിയോടും സെന്റ് പ്രാർത്ഥനയോടും കൂടെ BBS ആരംഭിച്ചു. പള്ളിയാകെ നൃത്തച്ചുവടുകൾ കൊണ്ട് ഇളകി നിറച്ച് കുട്ടികളും അധ്യാപകരും. BBSന്റെ അടിമദിനത്തിൽ പള്ളിയിലെ അതിഥികളുടെ എണ്ണവും കൂടുന്നു. ഹോളിക്രോസ് CSI നിലമ്പൂർ സഭയിലെ BBS തുടങ്ങി എന്ന വിവരമറിഞ്ഞ് പല പ്രദേശങ്ങളിൽ നിന്നും കുട്ടികൾ വേനൽച്ചൂടിനെ അതിജീവിച്ച് നിലമ്പൂർ സഭയിൽ ഉത്സാഹത്തോടെ കടന്നുവരുന്നു. ഫ്രൂട്ട്സ് ഡേ ആഘോഷിച്ച് BBS കൂട്ടുകാർ. ഫ്രൂട്ട്സ് ഡേയിൽ ഗ്രീൻ ഡ്രസ്സിൽ തിളങ്ങി BBSലെ വിദ്യാർത്ഥികളും അധ്യാപകരും. ഫ്രൂട്ട്സ് ഡേ ആഘോഷത്തിനിടയിൽ ഫ്രൂട്ട്സ് മോഷണം. പ്രതിയായ റിയെ സെറാഫ് ടീമിലെ ഡെക്കോണിയും ടീം അംഗങ്ങളും കൊടുത്ത പരാതി പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസുകാരുടെ ചോദ്യപ്രകാരം റിയ സത്യം തുറന്നു പറയുകയുണ്ടായി. കെരൂബ്സ് ടീമിലെ ഡെക്കോണിയായ ജോഷ്മിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ അത് മോഷ്ടിക്കാൻ ശ്രമിച്ചതെന്നും താൻ ഫലങ്ങൾ മോഷ്ടിച്ച് കെരൂബ്സ് ടീമിനെ വിജയിപ്പിക്കാൻ തനിക്ക് 5 പൈസ ചെലവില്ലാത്ത തണ്ണിമത്തൻ തരാമെന്നും ഇനിയും സെറാഫ് ടീമിനെ തോൽപ്പിക്കാൻ തന്റെ സഹായം ആവശ്യമുണ്ടെന്നും കെരൂബ്സ് ടീമിൻ്റെ ഡെക്കോണിയായ ജോഷ്മിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് റിയ ചെയ്തത്. റിയയുടെ മൊഴി പ്രകാരം ജോഷ്മിയെ വെള്ളാട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരിടവേളയ്ക്ക് ശേഷം മടങ്ങിവരാം. ആദ്യം തൊട്ടാ in the new silk hazelnut. ഹോളിക്രോസ് CSI നിലമ്പൂർ സഭയിലെ സീനിയർ ബോയ്സിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ജോഷ്മിയും സംഘവും പിടിയിൽ. സെറാഫ് ടീം അംഗങ്ങളായ അഭിജിത്ത്, അനോജ്, അജോ, അനന്തു തുടങ്ങിയ 5 വിദ്യാർത്ഥികളാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. വ്യാഴം നടത്താൻ തീരുമാനിച്ചിരുന്ന പ്രസന്റേഷനിൽ സെറാഫ്സിനെ തോൽപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ജോഷ്മി, അജിത, അനുജ, നികിത, അനുഗ്രഹ തുടങ്ങിയ 5 അംഗസംഘമാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നതിനിടയിൽ പരിശീലനത്തിന് വേണ്ടി വിദ്യാർത്ഥികളെ അന്വേഷിക്കുകയായിരുന്നു സെറാഫ് ടീമിലെ ഡെക്കോണിയ. എന്നാൽ സ്പൈ വർക്കർ ആയ റിക്കോയുടെ അന്വേഷണ പ്രകാരം വ്യാഴാഴ്ച പുലർച്ചെ 10:15-ന് 5 അംഗ സംഘം വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ കെട്ടിയിടുകയും ചെയ്തു. തുടർന്ന് സെറാഫ് ടീമിലെ ഷൈൻ ടീച്ചർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും ചെയ്തു. തുടർന്ന് പോലീസ് അന്വേഷണത്തിൽ വിദ്യാർത്ഥികളെ കണ്ടെത്തുകയും അനുഗ്രഹ, അജിത, അനുജ, ജോഷ്മി, നികിത എന്നിവർക്ക് ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിവരാം. ഒപ്പിക്കുടകൾ. വീണ്ടും വാർത്തകളിലേക്ക്. BBS ഡയറക്ടറിനെതിരെ ജൂനിയർ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. BBSലെ ഗെയിമുകൾക്ക് ക്ഷാമം. തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് ഷൈൻ ചെയ്യാനുള്ള ഏക മാർഗമാണ് ഗെയിമെന്നും തങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന
കഴിവുകളെ ഉണർത്തിയെടുക്കാനുള്ള അവസരം കൂടിയാണ് ഡയറക്ടേഴ്സ് നശിപ്പിച്ചതെന്നും വാദിച്ചുകൊണ്ട് ആശൻ രംഗത്തെത്തി. ന്യായീകരിക്കാൻ ശ്രമിച്ച ഡയറക്ടേഴ്സിന്റെ വാ അടപ്പിച്ച വിദ്യാർത്ഥികൾ തുടർന്ന് കാര്യഗൗരവത്തിലെത്തിയപ്പോൾ ഇനി രക്ഷയില്ല എന്ന് കണ്ട ഡയറക്ടേഴ്സ് മക്കളെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ആവശ്യപ്രകാരം ഗെയിമുകൾ നടത്താം എന്നും പ്രശ്നം പരിഹരിക്കപ്പെടുത്താം എന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ച് യൂജിൻ സാറും അഭിഷേക് സാറും. VBS സമയക്രമത്തിൽ വീഴ്ച. VBS ഡയറക്ടേഴ്സ് ആശങ്കയിൽ. VBS ആരംഭിക്കുന്നതിന് 8 മണിക്കാണ്. എന്നാൽ പലരും വന്നു ചേരുന്നത് 8:30-നാണ്. VBSൽ ലേറ്റായി എത്തുന്നവർക്ക് പണിഷ്മെന്റ് ഒരു വഴിപാട് പോലെ ആയിരിക്കുകയാണ്. ആയതിനാൽ വരും ദിവസങ്ങളിൽ ശിക്ഷയുടെ കാഠിന്യം കൂടുമെന്ന് യൂജിൻ സാർ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടാം. വേള അവിടെ നിന്ന് വന്നില്ല. എന്ത് ചെയ്യാനാ? എത്ര പെയിന്റ് അടിച്ചിട്ടും പിന്നെ വരുന്നേ. ഇതടിച്ചാ മതി. വാർത്തകളിലേക്ക്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി സർ ഉമ്മൻചാണ്ടി സാറിനെ വെല്ലുവിളിച്ചുകൊണ്ട് അഭിഷേക് സാർ രംഗത്തെത്തി. അഭിഷേക് സാറിന്റെ കഴിവുകൾ കുട്ടികളെ അമ്പരിപ്പിക്കുന്നു. കെരപ്സ് ടീമിലെ സനുഷ നടത്തിയ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത അഭിഷേക് സാറിനോട് തന്റെ കലാപഠനത്തെ പറ്റി വിവരിക്കാൻ പറഞ്ഞതിനെ തുടർന്ന് താൻ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ പഠിപ്പിച്ച കലാമണ്ഡലത്തിൽ നിന്നുമാണ് തന്റെ നൃത്തം, പാട്ട്, മോണോആക്ട് തുടങ്ങിയ എല്ലാം പഠിച്ചതെന്നും നൃത്തം, പാട്ട്, മോണോആക്ട് തുടങ്ങിയവയ്ക്ക് ഡിഗ്രി നേടുകയും ചെയ്തു എന്ന് വെളിപ്പെടുത്തി. കാലാവസ്ഥ. ഇന്ന് പള്ളിക്കകത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ആയതിനാൽ ജാഗ്രതയോടെയിരിക്കുക. ഇതോടെ ഇന്നത്തെ VBS വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം. വാർത്ത ഇഷ്ടപ്പെട്ടല്ല? ഓക്കെ, ഒരു വലിയ കേടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഏറെക്കുറെ അവസാനിച്ചു. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നാളെ സമർപ്പണമാണ്. നിങ്ങൾ വരുമ്പോൾ എല്ലാവരും ഓരോ പേന കൂടെ കൊണ്ടുവരണം കേട്ടോ. ഒരു പേന കയ്യിൽ കരുതിയിരിക്കണേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ച് ഒരുങ്ങി വരിക. നമ്മളെ തന്നെ യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്ന ദിവസമാണ്. പിന്നെ